ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്ക് കുറച്ച് വീട്ടിലെ പുറത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം. ഇതെൻ്റെ വീടാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മണി പ്ലാന്റ് ആണ്. ഇവിടെ പപ്പ ഇതുപോലത്തെ എല്ലാ ചെടിയും വാങ്ങി വയ്ക്കും. ഇത് മഞ്ഞ തെറ്റിപ്പൂവാണ്. ഞാൻ മഞ്ഞ തെറ്റി അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. ഇത് സൺഫ്ലവർ, ഇതെല്ലാം മണി പ്ലാന്റ് ആണ്. അതിനിടയിൽ എൻ്റെ വാവ പോയി ആട്ടിൻകുട്ടിക്ക് മഞ്ഞ കളർ പൂ പറിച്ചു കൊടുക്കുന്നു. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പേരറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ഞാൻ ആട്ടിൻകുട്ടിയെ പിടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ കയ്യിൽ പരിപ്പ് വടയുണ്ട്. അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് മാറ്റി പിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ വീട്. ഇതിന് പുതിയ വീട് വയ്ക്കാൻ പോകണം. അതാണ് ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പൂച്ചെടിയുണ്ട്. നല്ല മണമുള്ള പൂവാണ്. നന്ദിയാർ വട്ടം എന്നാണ് പറഞ്ഞത്. പിന്നെ ആകാശ ചെമ്പകം, അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ആകാശ ചെമ്പകത്തിൻ്റെ ചെടി. ഇതൊരു മഞ്ഞ പൂവാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതൊരു മഞ്ഞ പൂവാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന റംബൂട്ടാൻ. ഇവിടെ റംബൂട്ടാൻ പൂത്തു, പക്ഷേ ഇതുവരെ കാ പിടിച്ചില്ല. അതെന്താണോ എന്തോ, അത് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ കുഞ്ഞൊരു പൂ പറിച്ച് എനിക്ക് തന്നതാണ്. ഞാനത് മണപ്പിച്ചിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വീടിൻ്റെ ചുറ്റും അങ്ങനെ കാണാൻ പറ്റില്ല, എന്നാലും പറ്റണ ദൂരം നമുക്ക് ചുറ്റി കാണാം. മോൾ ഓരോ ചെടി ഇലയൊക്കെ പറിച്ച് ആടിന് കൊടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ വരുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് പുറത്ത് കളിയൊക്കെ തന്നെയാണ്. വീട്ടിൽ മാക്സിമം TV കണ്ടുകൊണ്ടൊക്കെയാണ് ഇരിക്കാറ്. വീട്ടിൽ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, TV മാത്രമല്ല, അവൾക്ക് കുറച്ച് നേരം TV കാണുമ്പോൾ ബോറടിക്കും. പിന്നെ വീടിനകത്താണ് കളി. ആരുമില്ലാതെ അങ്ങനെ അവൾ പുറത്തിറങ്ങൂല. ഒന്നി ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വേണം. ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിൽ ഒരാളില്ലാതെ അവൾ പുറത്തിറങ്ങൂല. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ട്. ആരും എവിടെ വേണമെങ്കിലും പുറത്തിറങ്ങാം. അവിടെ അമ്മ മുകളിൽ നിന്ന് തുണി അലക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് തുണി അലക്കുന്ന കല്ല് മുകളിലാണ്. കാരണം വീടിനി പുതിയത് വയ്ക്കാൻ പോകുമ്പം ഇവിടെ കുറച്ച് മണ്ണടിച്ച് പൊക്കി ഹൈറ്റിൽ വീട് വയ്ക്കണം. അതുകൊണ്ടാണ് തുണിക്കല്ലെല്ലാം നേരത്തെ മുകളിലോട്ടാക്കിയത്. അടുത്തിവിടെ വന്നത് റംബൂട്ടാനും, അപ്പുറത്ത് പനയുണ്ട്. ഇവിടുത്തെ കാടൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. തൊട്ട് ബാക്കിൽ പനയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് വേണം. അതിന് തീരെ താല്പര്യമില്ല. ഹായ് പറയിക്കുകയാണ് അതിനെക്കൊണ്ട്. തീരെ താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിനായിട്ട് ഉപദ്രവിച്ച് അതിനെ എടുത്തുകൊണ്ട് പോകും. ഇതിവിടുത്തെ കാറാണ്. ഇത് ഞങ്ങളുടെ കാറാണ്. എൻ്റെ ബ്രദറിന് ഓട്ടിക്കാൻ കൊടുത്തതാണ്. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു. ഇനി അടുത്ത ആട് അവിടെ കിടപ്പുണ്ട്. അതിനെ ഒന്ന് ചുരണ്ടി അതിന് ഇടിക്കാൻ വരുന്നു. ഞാനും പോയി ഓടിത്തള്ളി. അവിടെ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കണം. ഇനി അമ്മയെ കണ്ടൊന്ന് തുണി അലക്കുന്ന വീഡിയോ കാണാം. ഇവർക്കെല്ലാം വീഡിയോ വരെ ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുഴപ്പമില്ല. വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നി. ഇപ്പോൾ വീഡിയോയിൽ വരെ അങ്ങനെ ചമ്മലൊന്നുമില്ല. എല്ലാവരും വീഡിയോ വരാനൊക്കെ അവർക്ക് കുഴപ്പമില്ല എന്നായി. മോളിതാ ആടിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഇവിടെ വന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആടാണ്. പിന്നെ എൻ്റെ അനിയത്തി എല്ലാവരുമായിട്ട് അവൾ കളിക്കും. ഇവിടെ വന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്. അതിൻ്റെ കൂടെ കളിക്കുന്നത്. അതിന് വട കൊടുക്കാതിരിക്കാനാണ് ബാക്കിൽ ഒളിച്ച് വെച്ചിരിക്കുന്നത്. കൊടുക്കാൻ ഇഷ്ടമുണ്ട്, അവൾക്കെല്ലാം കൊടുക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷേ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലൊന്നും വിചാരിച്ച് ബാക്കിൽ ഒളിച്ച് വെച്ചിരിക്കും, നമ്മളെ കാണിക്കാൻ വേണ്ടി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നീ അങ്ങ് കൊടുക്ക്, കുഴപ്പമില്ല, കുറച്ചായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. സ്വന്തമായിട്ട് കഴിക്കും, കൊടുക്കും. ഇത് കളിക്കുന്നതാണ്, കൊടുക്കൂലെന്ന് പറ്റിച്ച്. പക്ഷേ കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊന്ന് പറ്റിക്കണം, വട്ടം കറക്കണം. ഈ ആടിടിക്കും. പണ്ട് ഇവളും അതുമായിട്ട് ഓടിക്കളി തന്നെയായിരുന്നു. അടുത്ത് നമുക്ക് നമ്മുടെ അടുക്കള കാണാം. അടുക്കള പുറത്തുനിന്നാണ് കാണുന്നത്, അകത്ത് കാണിക്കുന്നില്ല തൽക്കാലം. ഇത് കാരണം അകത്തങ്ങനെ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. സ്ലാബുണ്ട്, ഗ്യാസ് വയ്ക്കാനൊരു സ്ലാബുണ്ട്, അത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.